മുഖ്യമന്ത്രിയുടെ RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP ആണെന്ന പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. 2023 RSS നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയെ ADGP കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും ഏത് വിഷയം തീർക്കാനാണ് അജിത് കുമാറിനെ അയച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 2023 RSS നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയെ ADGP കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലേ എന്നും ഏത് വിഷയം തീർക്കാനാണ് അജിത് കുമാറിനെ അയച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. BJPക്ക് അക്കൌണ്ട് തുറക്കാൻ ADGPയെ മുഖ്യമന്ത്രി ഇടനില നിർത്തിയെന്ന ആരോപണവും VD സതീശൻ ഉന്നയിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGP അജിത് കുമാറിനെയും സംരക്ഷിക്കുക. ഞാൻ ചോദിച്ചു, ഭയന്നിട്ടാണോ അവര്? എനിക്കിന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് RSSന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ RSSന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുള്ള പങ്കെടുത്തിരുന്നു. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. അതാണ് ചോദ്യം. 1 മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ADGP ലോ ആൻഡ് ഓർഡർ വഴി RSS ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത്? ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത്? അതിന് RSS നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനിലക്കാരനാണ് ADGP MR അജിത് കുമാർ എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. 2023 മെയ് 20-ാം തീയതിക്കും 23-ാം തീയതിക്കും ഇടയിൽ RSSന്റെ ഒരു ക്യാമ്പ് തൃശൂരിൽ വെച്ച് നടന്നിരുന്നു. അതിന് നേതൃത്വം നൽകിയ RSS ജനറൽ സെക്രട്ടറിയുമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അടക്കം തന്റെ പക്കൽ ഉണ്ടെന്നും ആവശ്യമെങ്കിൽ അത് പുറത്തുവിടുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതോടൊപ്പം ADGPക്കെതിരെയും ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലാത്തത് അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ADGP നടത്തിയത് എന്നതുകൊണ്ട് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് അദ്ദേഹം തുനിയുന്ന സാഹചര്യം ഉണ്ടായാൽ MR അജിത് കുമാർ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം നടപ്പിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് മുഖ്യമന്ത്രിയെ തന്നെ പ്രതിരോധത്തിലാക്കും. അതുകൊണ്ട് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് ADGPക്കെതിരെ നടപടിയെടുക്കാനെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘം ADGPക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുകയില്ല. അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം. CBI തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കണം. ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ CBI അന്വേഷണമാണ് ആവശ്യമായിട്ടുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പമാണ് നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ PB Enwar പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവാദ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ സമര പരമ്പരകൾക്ക് ഒരുങ്ങുന്നത്. വരുന്ന 6-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സമരത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് KPCC. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്.